PSC റാങ്ക് ലിസ്റ്റ് നിലനിൽക്കെ ചട്ടം ലംഘിച്ച് താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തിയെന്ന KSRTCയുടെ കുറ്റസമ്മതം എംപാനലിൽ ജോലി ചെയ്തിരുന്ന കണ്ടക്ടർമാരിൽ നിന്ന് 1610 പേർക്കും താൽക്കാലികമായി ജോലി ചെയ്തിരുന്ന 77 പേർക്കും റാങ്ക് ലിസ്റ്റ് നിലനിൽക്കുമ്പോൾ സ്ഥിര നിയമനം നൽകിയെന്ന് KSRTC തന്നെ സമ്മതിക്കുന്ന രേഖകളാണ് റിപ്പോർട്ടർ പുറത്തുവിട്ടത്. PSC റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നാൽ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ട് ലിസ്റ്റിലുള്ളവർക്ക് നിയമനം നൽകുകയാണ് ചട്ടമെന്ന് KSRTC തന്നെ വിവരിക്കുന്ന രേഖയാണിത്. ഇനി KSRTCയിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്തെന്നുകൂടി പരിശോധിക്കാം. കണ്ടക്ടർമാരുടെ നിയമനത്തിനായി PSC അഡ്വൈസ് മെമ്മോ അയച്ചവർ പുറത്തു നിൽക്കുമ്പോൾ എംപാനലുകാരായ 1610 പേരെ സ്ഥിരപ്പെടുത്തിയെന്ന് KSRTC തന്നെ സമ്മതിക്കുന്നു. ഇതിനു പുറമെ 77 പേർക്കും സ്ഥിരം നിയമനം നൽകി. അതായത് ചട്ടം പേപ്പറിൽ മാത്രം ഒതുങ്ങുന്നുവെന്ന് ചുരുക്കം. പിന്നെ പല യൂണിയന്റെയും തണലിൽ ഇത്തരത്തിലുള്ള താൽക്കാലികക്കാരെയും എംപാനൽ കണ്ടക്ടർമാരെയും സ്ഥിരപ്പെടുത്താൻ വേണ്ടി സർക്കാർ ഒത്താശ ചെയ്യുന്ന ഒരു നീചമായ പ്രവർത്തനമാണ് ഞങ്ങൾ കാണാൻ സാധിക്കുന്നത്. റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് നിയമനം നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവും KSRTC ഇതുവരെ പാലിച്ചിട്ടില്ല. ഉദ്യോഗാർത്ഥികൾ കോടതിയിൽ പോവുകയും കോടതിയിൽ നിന്ന് കോടതി വിധി നേടിയെടുക്കുകയും ചെയ്തിട്ടും കോടതി വിധി പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് KSRTC ഉദ്യോഗാർത്ഥികളോട് മുഖംതിരിഞ്ഞു നിൽക്കുകയാണ്. റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ നൽകിയ ഹർജിയെ തുടർന്ന് ഹൈക്കോടതിയിൽ നിന്നും കോടതിയലക്ഷ്യ നടപടി നേരിടുന്നതിലേക്ക് KSRTCയെ കൊണ്ടുചെന്നെത്തിച്ചത് ഇത്തരം ചട്ടലംഘനങ്ങളാണെന്നതാണ് വസ്തുത. KR സജു, റിപ്പോർട്ടർ, കോഴിക്കോട്.